തീർത്ഥയാത്രയിൽ തീർത്ഥാടകൻ നേരിട്ട അസൗകര്യങ്ങൾക്ക് പിഴ വിധിച്ച് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി. എറണാകുളം മരട് സ്വദേശി കെ.ബി. സുരേഷ് ബാബു, സദേൺ റെയിൽവേ, IRCTC എന്നിവർക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് വരുന്നത്. 73,500 രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത്. 2022 ഡിസംബർ 10 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പുരി, വാരാണസി, ഗയ, കൊണാർക്ക് തുടങ്ങിയ 8 തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് 11 ദിവസം കൊണ്ട് മടങ്ങിവരുമെന്നായിരുന്നു യാത്ര സംബന്ധിച്ച് പുറത്തിറക്കിയ പരസ്യത്തിൽ പറഞ്ഞിരുന്നത്. ഇതിനായി 20,500 രൂപ ടിക്കറ്റ് ഇനത്തിൽ ഈടാക്കി. പിന്നീട് 11 ദിവസത്തെ യാത്ര 9 ദിവസമാക്കി ചുരുക്കി. കൊച്ചുവേളിയിൽ നിന്നും ആരംഭിക്കുമെന്ന് പറഞ്ഞ യാത്ര റെയിൽവേയുടെ ഓപ്പറേഷണൽ പ്രശ്നങ്ങൾ കാരണം എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമാക്കി. ചെന്നൈയിലുണ്ടായ ചുഴലിക്കാറ്റ് മൂലം യാത്ര ഒടുവിൽ ആരംഭിച്ചത് 1 ദിവസത്തിലധികം വൈകിയും. ഇതിലും വലിയ ദുരിതങ്ങളാണ് സുരേഷ് ബാബു അടങ്ങുന്ന തീർത്ഥാടകർ യാത്രയിൽ നേരിട്ടത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിരുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ക്ലീൻ ചെയ്യാത്ത ഒരു ട്രെയിനാണ്. ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് ആ ട്രെയിനിൽ ഇരിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഏകദേശം കുറേ ദൂരത്തോളം വെള്ളം പോലും ഇല്ല, ബാത്റൂമിലൊന്നും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ കൊച്ചിക്കാരനാണ്. കൊച്ചിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അടക്കമുള്ളവർ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു കെട്ടി കിടന്നിട്ടാണ് രാത്രി 1-1:30 ഞങ്ങൾക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റിയത്. കൊണാർക്കിൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് തന്ന വളരെ മോശമായൊരു അന്തരീക്ഷത്തിലാണ്. പിന്നെ അടുത്തൊരു കാര്യം, 700ഓളം പേരാണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പകുതി വാഹന സൗകര്യങ്ങളെ അവർ ഒരുക്കിയിട്ടുള്ളൂ. സാമാന്യം ഒരാൾക്ക് വേണ്ട ഭക്ഷണം ഉച്ചയ്ക്ക് എന്തായാലും ഒരു യാത്രയുടെ ഇടയിൽ നമുക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ യാത്രയുടെ ഓരോ സ്ഥലത്തെയും അവസരിച്ച് പോകാൻ പറ്റുള്ളൂ. സാധാരണ ജലങ്ങളിൽ അവിടെ ഇതാവണമെങ്കിൽ വെച്ചാൽ ബാക്കിലേക്കുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ചില സമയത്ത് തടഞ്ഞു വെച്ച് പോലും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ഗതിയോട് വന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളോ ആൾക്കാരോ അവിടെ ഇല്ലായിരുന്നു. ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്കും വേണ്ട ഗൈഡ്, അതിൻ്റെ ആൾക്കാർ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ സൗകര്യങ്ങളൊന്നും അവിടെ ഒരുക്കാത്തതിനെ തുടർന്നുള്ള കുറേ പേര് ഈ യാത്രയുടെ ഈ ബുദ്ധിമുട്ടുകളും ഇതുമായപ്പോഴത്തേക്ക് കുറേ പുതിയ പിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ് വന്നേക്കണേ. അവർ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. സമയമാറ്റം സംബന്ധിച്ച് യാത്രക്കാർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നു എന്ന് തെളിയിക്കാൻ പോന്ന രേഖകൾ ഹാജരാക്കാൻ എതിർകക്ഷികൾക്ക് സാധിച്ചില്ല. കൂടാതെ ട്രെയിൻ വൈകിയപ്പോൾ യാത്രക്കാർ തിരക്കിട്ട് കയറിയതിനാൽ ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ സമയം ലഭിച്ചില്ലെന്നും എതിർകക്ഷികൾ സമ്മതിച്ചു. എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ സൗകര്യപ്രദമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും DB ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വിലയിരുത്തി. 20,500 രൂപ ട്രെയിൻ ടിക്കറ്റ് തിരിച്ചു തരുവാനും അതോടൊപ്പം തന്നെ 50,000 രൂപ നഷ്ടപരിഹാരവും 3,000 കോടതി ചെലവും തരുവാനാണ് കോടതി ഓർഡർ ഇട്ടിരിക്കുന്നത്. 20,500 രൂപ ഉള്ള ക്യാഷ് ഞാൻ എടുക്കുകയും 53,000 രൂപ ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് മേടിച്ചു കൊടുക്കുവാൻ ചെയ്യുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ബാബു സ്വന്തമായാണ് കേസ് വാദിച്ചത്. 45 ദിവസത്തിനകം സദേൺ റെയിൽവേയും IRCTCയും ചേർന്ന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സുരേഷ് ബാബു മാത്രമാണ് സംഭവത്തിൽ പരാതിയുമായി സമീപിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.